ഒരു കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് രാത്രി ഭക്ഷണവും കഴിച്ചിട്ട് ഉറങ്ങാൻ പോവുകയാണ്. പുലർച്ചെ ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ആ വീട്ടിലെ വളർത്തു പൂച്ച ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുകയാണ്. ഇതിൻ്റെ ബഹളത്തിൽ വീട്ടുകാരുണർന്നു. അവർ നോക്കുമ്പോൾ പൂച്ച ഒരു മുറി നോക്കിയാണ് അസ്വസ്ഥത കാണിക്കുന്നത്. ആ മുറിയിലേക്ക് പോയി നോക്കിയ വീട്ടുകാർ അവിടെ കണ്ട കാഴ്ചയിൽ ഷോക്കായിപ്പോയി. എന്താണ് ആ മുറിയിൽ അവർ കണ്ടത്? നമുക്ക് ആ ട്വിസ്റ്റുകൾ നിറഞ്ഞ സംഭവത്തിലേക്കൊന്ന് പോകാം. എൻ്റെ പേര് ഷീജ. ക്രൈം സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. ഉത്തർപ്രദേശിലെ കാൺപൂരിലുള്ള ബറാട്ടു യാദവ് മാർക്കറ്റ് ഏരിയയിലാണ് 62 വയസ്സുള്ള മുന്നാലാൽ ഗുപ്തയും അദ്ദേഹത്തിൻ്റെ ഭാര്യ രാജ്ദേവിയും അവരുടെ 2 മക്കളായ 30-കാരൻ അനൂപും 25 വയസ്സുകാരി കോമൾ ആകാംക്ഷയും താമസിച്ചിരുന്നത്. അടുത്തുള്ള ഒരു ഫാക്ടറിയിൽ വളരെ കാലം മാനേജരായി ജോലി ചെയ്ത് റിട്ടയർഡായ ആളാണ് മുന്നാലാൽ. രാജ്ദേവി ആണെങ്കിൽ ഹൗസ് വൈഫുമാണ്. അത്യാവശ്യം സാമ്പത്തികമൊക്കെ ഉള്ള ഈ കുടുംബം വളരെ സന്തോഷമായിട്ടാണ് ബറാട്ടു യാദവ് മാർക്കറ്റ് ഏരിയയിൽ ജീവിച്ചിരുന്നത്. 2022 ജൂലൈ 3-നും എന്നത്തെയും പോലെ ആ കുടുംബം ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അവരവരുടെ റൂമുകളിൽ ഉറങ്ങാൻ പോയി. അപ്പോഴാണ് പുലർച്ചെ 2 മണിയൊക്കെ ആയപ്പോൾ വീട്ടിലെ വളർത്തുപൂച്ച ഭയങ്കരമായിട്ട് കരയുന്നത്. അത് അനൂപ് കേൾക്കുകയാണ്. ഈ ഒച്ച കേട്ട് വാതിൽ തുറന്ന് അനൂപ് പുറത്തു വന്നപ്പോൾ കാണുന്നത് കരഞ്ഞുകൊണ്ട് തൻ്റെ മുറിക്ക് വെളിയിൽ നിൽക്കുന്ന അനിയത്തി കോമളിനെയാണ്. കാര്യം തിരക്കിയപ്പോൾ കോമള് പറഞ്ഞത് പൂച്ചയുടെ ഒച്ച കേട്ട് പുറത്തിറങ്ങിയ താൻ അച്ഛൻ്റെ അമ്മയുടെ റൂമിൽ പോയി നോക്കിയപ്പോൾ അവർ 2 പേരും കഴുത്തറത്ത് മരിച്ചു കിടക്കുന്നതാണെന്നാണ്. ആരൊക്കെയോ 4-5 പേര് ഓടുന്നതും കണ്ടു. അതിൽ ചേട്ടൻ്റെ ഭാര്യയുടെ സഹോദരന്മാരും ഉണ്ടായിരുന്നുവെന്നാണ് കോമള് പറഞ്ഞത്. ഇത് കേട്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ് അനൂപ്. ഇത് കേട്ട് അച്ഛനമ്മമാരുടെ റൂമിലേക്ക് ഓടിച്ചെന്ന് നോക്കിയ അനൂപ് ആ കാഴ്ച കണ്ട് ശരീരം തളർന്നിരുന്നു പോയി. കഴുത്തറത്ത് ചോര ഒലിച്ച നിലയിൽ കിടക്കുന്ന പാരൻസിനെ കണ്ട് അവനൊന്ന് നിലവിളിക്കാൻ പോലും പറ്റാതെ ആയിപ്പോയി. അപ്പോഴാണ് കോമളിൻ്റെ കയ്യിൽ നിന്നും ചോര ഒലിക്കുന്നത് അനൂപ് കാണുന്നത്. പോകുന്ന പോക്കിൽ അക്രമികൾ കോമളിൻ്റെ കയ്യിൽ മുറിവേൽപ്പിച്ചിരുന്നു. ഇതും കൂടി കണ്ട അനൂപ് സമനില വീണ്ടെടുത്തിട്ട് 2 പേരും കൂടെ നിലവിളിക്കാൻ തുടങ്ങുകയാണ്. ഇവരുടെ വിളി കേട്ടിട്ട് അയൽപക്കക്കാരെല്ലാം അങ്ങോട്ടത്തേക്ക് ഓടി. ചിലര് പോലീസിനെ വിളിച്ച് വിവരം അറിയിക്കുകയും ചെയ്തു. പോലീസും ഫോറൻസിക് ടീമും ക്രൈം സീനിലെത്തി പരിശോധനകൾ നടത്തുകയാണ്. മെഡിക്കൽ ടീം കോമളിന് ഫസ്റ്റ് എയ്ഡും കൊടുത്തു. അവളുടെ പരിക്കുകൾ അത്ര സീരിയസ് ആയിരുന്നില്ല. അനൂപിനെയാണ് പോലീസ് ആദ്യം തന്നെ ചോദ്യം ചെയ്യുന്നത്. വെളുപ്പിന് 2 മണിക്ക് പൂച്ചയുടെ വിളി കേട്ട് മുറി തുറന്നപ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കോമളിനെയാണ് കണ്ടതെന്നും അവൾ പറഞ്ഞപ്പോഴാണ് താൻ കാര്യങ്ങൾ അറിഞ്ഞതെന്നുമാണ് അനൂപ് പോലീസിനോട് പറഞ്ഞത്. നിങ്ങൾക്കിതിൽ ആരെങ്കിലും സംശയമുണ്ടോ എന്ന് പോലീസ് ചോദിച്ചപ്പോൾ അയാൾ തൻ്റെ വിവാഹ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. 2017 അനൂപ് ഫത്തേപൂരിലുള്ള സോണിക്ക എന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ചത്. എന്നാൽ അവൾക്ക് മാനസിക രോഗമുണ്ടെന്ന് ഫസ്റ്റ് നൈറ്റിൽ തന്നെ അനൂപ് തിരിച്ചറിഞ്ഞു. അതോടെ വെറും 4 ദിവസം കൊണ്ട് ഇവരുടെ ദാമ്പത്യം അവസാനിക്കുകയാണ്. സോണിക്കയെ അവരുടെ വീട്ടിൽ കൊണ്ടുചെന്ന് ആക്കുകയും ഡൈവോഴ്സ് കാര്യങ്ങളുമായി അനൂപ് മുന്നോട്ട് പോവാനും തുടങ്ങി. എന്നാൽ സോണിക്കയുടെ സഹോദരന്മാരായ സുരേന്ദ്രയും മായാങ്കും ഇതേ ചൊല്ലി അനൂപുമായിട്ട് വഴക്കിടുകയും 2 കുടുംബങ്ങൾ തമ്മിൽ നല്ല ശത്രുതയിലാവുകയും ചെയ്തു. ഡിവോഴ്സ് കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കവെയാണ് മുന്നാലാലും രാജ്ദേവിയും ദുരൂഹ സാഹചര്യത്തിൽ കൊല ചെയ്യപ്പെടുന്നത്. സോണിക്കയുമായുള്ള ബന്ധം വേർപെടുത്തിയാൽ 50 ലക്ഷം രൂപ തങ്ങൾക്ക് നഷ്ടപരിഹാരം തരേണ്ടി വരുമെന്നും പറഞ്ഞാണ് അവസാനമായി സുരേന്ദ്രയും മായാങ്കും അനൂപുമായി പ്രശ്നം ഉണ്ടാക്കിയിരുന്നത്. സഹോദരിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന കാര്യം മറച്ചുവെച്ച് വിവാഹം നടത്തിയതുകൊണ്ട് ഈ കേസിൽ അവർ ജയിക്കില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ പണം തട്ടിയെടുക്കാൻ വേണ്ടി സോണിക്കയുടെ സഹോദരന്മാർ നടത്തിയ കൊലപാതകമാണിതെന്ന് അനൂപ് സംശയം പറഞ്ഞു. മാത്രവുമല്ല അവരുടെ മുഖഛായ ഉള്ളതുപോലെ 2 പേരെ കോമൾ കണ്ടതായും പറയുന്നു. ഫോറൻസിക് ടീം അനൂപിൻ്റെ ബെഡ്റൂം പരിശോധന നടത്തിയപ്പോൾ അവൻ്റെ കട്ടിലിന് താഴെ ആരോ ഛർദ്ദിച്ച് വച്ചിരിക്കുന്നത് ഇവർ കാണുകയാണ്. ഇതിനെക്കുറിച്ച് അനൂപിനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് അത് താൻ തന്നെയാണ് ഛർദ്ദിച്ചത്. കാരണം രാത്രി കഴിച്ച ഭക്ഷണം എന്തോ പിടിക്കാതെ താൻ ഛർദ്ദിച്ചുവെന്നും നേരം വെളുത്ത ശേഷം ക്ലീനാക്കാം എന്ന് കരുതി താൻ കിടന്നുറങ്ങിയെന്നുമാണ് അനൂപ് പറഞ്ഞത്. ഈ ഒരു മൊഴി പോലീസിൽ സംശയം ഉണ്ടാക്കി. ആ വീട്ടിൽ നിന്നും കുറേയധികം പണവും സ്വർണവും നഷ്ടപ്പെടുന്നതായും കണ്ടെത്തി. പോലീസ് പിന്നീട് ചോദ്യം ചെയ്തത് കോമളിനെയാണ്.
മുഖംമൂടി ധരിച്ച 4-5 പേരാണ് എത്തിയതെന്നും അവർ തന്നെയും കൊല്ലാൻ ശ്രമിച്ചിരുന്നുവെന്നും ചെറുത്തു നിന്നതുകൊണ്ട് മാത്രമാണ് താൻ രക്ഷപ്പെട്ടതെന്നുമാണ് കോമൾ പറഞ്ഞത്. മാത്രവുമല്ല, അതിൽ 2 പേരുടെ ബോഡി ലാംഗ്വേജ് കണ്ടിട്ട് അതിൽ ചേട്ടൻ്റെ ഭാര്യയുടെ സഹോദരന്മാരുണ്ടെന്ന് തനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുമെന്നും കോമൾ പോലീസിനോട് പറഞ്ഞു. എന്നാൽ പോലീസ് എത്തും മുൻപേ അയൽവാസികളൊക്കെ ആ വീട്ടിൽ ഇങ്ങനെ കയറി ഇറങ്ങിയത് കാരണം ക്രൈം സീനിലെ പല തെളിവുകളും നഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഫോറൻസിക് ടീം വല്ലാതെ കുഴങ്ങി. എന്നിരുന്നാലും അവിടെ നിന്ന് കിട്ടാവുന്ന മാക്സിമം തെളിവുകളും ഫിംഗർ പ്രിൻസും അവർ കളക്ട് ചെയ്തു. ഫിംഗർ പ്രിൻസിൽ കൂടുതലും വീട്ടിൽ വന്നു കയറിയ അയൽവാസികളുടേതായിരുന്നു. ഇതിൽ നിന്നും കില്ലറെ കണ്ടുപിടിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ പോലീസ് അടുത്തുള്ള CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കാൻ തുടങ്ങി. ആ പരിശോധനയിൽ പോലീസിന് നിർണായകമായ ഒരു ദൃശ്യം കിട്ടുകയാണ്. സ്ട്രീറ്റ് ലൈറ്റ് ഘടിപ്പിച്ചിരുന്ന ഒരു വീടിൻ്റെ എതിർവശത്ത് CCTV ദൃശ്യത്തിൽ രാത്രി 11 മണിക്ക് മുന്നാലാലിൻ്റെ വീടിൻ്റെ ദിശയിലേക്ക് തുണി കൊണ്ട് മുഖം മറച്ച ഒരു അജ്ഞാതൻ നടന്നു പോകുന്നത് കണ്ടു. 1 മണിക്കൂർ കഴിഞ്ഞ് ഒരു ബാഗും കൊണ്ട് അയാൾ പതർച്ചയോടെ തിരികെ പോകുന്നതും കാണാം. എന്നാൽ കോമൾ പറഞ്ഞ സമയവുമായിട്ട് വല്ലാതെ അന്തരമുണ്ട്. പുലർച്ചെ 2 മണിക്കാണ് കോമൾ അനൂപിനെ കാര്യങ്ങൾ അറിയിക്കുന്നതെന്നും അനൂപ് ഉറക്കം എഴുന്നേൽക്കുന്നതെന്നുമാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ 2 മണിക്ക് മുൻപോ മറ്റോ കില്ലർ പോകുന്ന ദൃശ്യങ്ങൾ ഈ CCTVയിൽ വരണം. എന്നാൽ ഇത് രാത്രി 11 മണിക്ക് വരുന്നതും 12:17 തിരിച്ചു പോകുന്നതുമാണ് ഉള്ളത്. അതും കോമൾ പറഞ്ഞ പോലെ 4-5 പേരുമില്ല, ഒരാൾ മാത്രമാണ് ഉള്ളത്. ഇതോടെ അനൂപിനെയും കോമളിനെയും പോലീസ് സംശയിക്കുകയാണ്. ഇവരുടെ മൊഴികളിൽ വൈരുദ്ധ്യങ്ങൾ ഏറെയുണ്ട്. ഇവർ എന്തോ ഒളിക്കുന്നതായും പോലീസിന് തോന്നി. വീട്ടിലാണെങ്കിൽ ആരും അതിക്രമിച്ച് കയറിയതിൻ്റെ യാതൊരു ലക്ഷണങ്ങളും ഇല്ല. മുന്നാലാലിൻ്റെയും രാജ്ദേവിയുടെയും ബന്ധുക്കൾ മരണം അറിഞ്ഞ് എത്തിയതോടെയാണ് പല കാര്യങ്ങളും പുറത്തു വരുന്നത്. അതായത് ഇവരുടെ സ്വന്തം മകളല്ല ഈ പറയുന്ന കോമളാകാംക്ഷ, ഇവരുടെ ദത്തുപുത്രിയാണ് അവൾ. അനൂപ് മാത്രമാണ് ഇവരുടെ ഏക മകൻ. മകൻ ജനിച്ച ശേഷം രാജ്ദേവി പ്രഗ്നൻ്റ് ആയിട്ടില്ല. ഒരു പെൺകുട്ടി വേണമെന്ന അമിതമായ ആഗ്രഹം കാരണമാണ് ഇവർ 3 വയസ്സുള്ള കോമളാകാംക്ഷയെ ദത്തെടുക്കുന്നത്. ഇവർ അനൂപിനെ പോലെ തന്നെ വളരെ ലാളിച്ചാണ് കോമളിനെയും വളർത്തിയത്. ഇത്രയും അറിഞ്ഞതോടെ അനൂപിനെയും കോമളിനെയും ചോദ്യം ചെയ്യേണ്ട രീതിയിൽ തന്നെ ചോദ്യം ചെയ്താൽ സത്യങ്ങൾ പുറത്തു വരുമെന്ന് പോലീസിന് മനസ്സിലായി. എന്നാൽ ഓട്ടോപ്സി റിപ്പോർട്ട് വരാൻ വെയിറ്റ് ചെയ്യണമായിരുന്നു. അങ്ങനെ ഓട്ടോപ്സി റിപ്പോർട്ട് പുറത്തു വരികയാണ്. അതിൽ പറയുന്നത് ഈ ദമ്പതികൾ രാത്രി കഴിച്ച ഭക്ഷണത്തിൽ ഉറക്കഗുളിക കലർന്നിരുന്നു എന്നാണ്. അപ്പോഴാണ് അനൂപ് ഭക്ഷണം ദഹിക്കാതെ ഛർദ്ദിച്ചത് പോലീസ് ഓർമ്മിക്കുന്നത്. ആ സമയത്ത് തന്നെ ആ ഛർദ്ദിലിൻ്റെ സാമ്പിള് പോലീസ് ലാബിൽ അയച്ചിരുന്നു. അതിൻ്റെ റിസൾട്ടിലും അതിലെ ഉറക്കഗുളിയുടെ കണ്ടന്റ് കണ്ടെത്തുകയാണ്. എന്നാൽ കോമളിന് മാത്രം യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല. ഇതോടെ കോമളിലേക്കായിട്ട് മാത്രം സംശയങ്ങളെല്ലാം കനത്തു. അവളെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് പോലീസ്. അപ്പോഴാണ് പോലീസ് വരെ ഞെട്ടിപ്പോകുന്നത്. സംഭവങ്ങൾ നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. കോമളിനെ ദത്തെടുത്ത് വീട്ടിൽ കൊണ്ടുവരുമ്പോൾ അനൂപിന് 8 വയസ്സ്. അവനും സഹോദരിയായിട്ട് അവളെ അംഗീകരിച്ച് വളരെയധികം സ്നേഹിക്കാൻ തുടങ്ങി. ലാളിച്ചാണ് കോമളിനെ അച്ഛനമ്മമാർ വളർത്തിയത്. അവൾക്ക് യാതൊരു കുറവും അവർ വച്ചില്ല. എന്നാൽ വലുതായതോടെ അവൾ താൻ ദത്തുപുത്രിയാണ് എന്ന സത്യം മുന്നാലാലിൻ്റെ ബന്ധുക്കളിൽ നിന്നും തന്നെ അറിയുകയാണ്. നീ ദത്തുപുത്രിയാണ്, ഇവരുടെ സ്വന്തം മകനാണ് അനൂപ്, അവനാണ് ഇവരുടെ സ്വത്തിൻ്റെ എല്ലാം ഏക അവകാശി, അതുകൊണ്ട് നിനക്ക് യാതൊന്നും തന്നെ കിട്ടില്ല എന്ന് അവർ കോമളിനെ വിശ്വസിപ്പിച്ചു. ഇതോടെ കോമളിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. അച്ഛനും അമ്മയും ഒരു കുറവും ഒരു പക്ഷപാതവും കാണിക്കുന്നില്ല എന്ന് അറിയാമായിരുന്നിട്ടും അവൾ എല്ലാവരെയും കൊല്ലാൻ തീരുമാനിക്കുകയാണ്. ഇതിനിടെയാണ് മുന്നാലാലിൻ്റെ കസിൻ ബ്രദറായ വിദ്യാസാഗറിൻ്റെ മകനായ ആർമി ഉദ്യോഗസ്ഥൻ രാഹുലുമായിട്ട് കോമൾ അടുപ്പത്തിലാവുന്നത്. രാഹുൽ ഗോവയിലെ മിലിറ്ററി ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്തിരുന്നത്. കോമളിന് നിരവധി ഗിഫ്റ്റുകൾ തൻ്റെ അനിയനായ രോഹിത്തിൻ്റെ സഹായത്തോടെ രാഹുൽ എത്തിച്ചിരുന്നു. ഗിഫ്റ്റ് കൊടുക്കാൻ വന്ന് രോഹിത്തുമായും കോമൾ ബന്ധം സ്ഥാപിച്ചു. രാഹുലിനെ ചതിച്ച് രോഹിത്തുമായി ശാരീരിക ബന്ധത്തിൽ വരെ കോമൾ ഏർപ്പെട്ടു. രാഹുൽ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അയാൾ അയച്ചു കൊടുക്കുന്ന പൈസയിൽ ഇവർ മാക്സിമം എൻജോയ് ചെയ്ത് ജീവിച്ചു. ഈ സമയത്താണ് രാഹുൽ കോമളിനെ വിവാഹം കഴിക്കണമെന്ന് തൻ്റെ വീട്ടുകാരോട് പറയുന്നത്. എന്നാൽ അവർ ഇതിനെ ശക്തമായി എതിർത്തു.
അതിന് കാരണം അവർ പറഞ്ഞത് മുന്നാലാലിൻ്റെ ദത്തുപുത്രിയാണ് അവൾ. ഇതായിരുന്നു മെയിനായിട്ടുള്ള കാരണം. രാഹുൽ വീട്ടുകാരെ എതിർത്ത് നമുക്ക് ഒളിച്ചോടിപ്പോയി വിവാഹം കഴിക്കാമെന്ന് കോമളിനോട് പറയുകയാണ്. എന്നാൽ ഒരു ഒളിച്ചോട്ടത്തിന് കോമൾ തയ്യാറായില്ല. ഓൾറെഡി ദത്തുപുത്രി ആയതിനാൽ എനിക്ക് യാതൊന്നും കിട്ടില്ല എന്ന വിശ്വാസം അവളിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല അതിൻ്റെ കൂടെ ഒളിച്ചോടി പോവുകയും കൂടി ചെയ്താൽ താൻ പൂർണ്ണമായും ഒഴിവാക്കപ്പെടും. വീട്ടുകാരോട് വന്ന് പെണ്ണ് ചോദിക്കാമെന്ന് രാഹുൽ പറഞ്ഞതും കോമൾ എതിർത്തു. അവർ ജീവിച്ചിരുന്നാൽ ഈ വിവാഹത്തിന് സമ്മതിക്കില്ല, മാത്രവുമല്ല എനിക്ക് അവരുടെ സ്വത്തും കിട്ടില്ല, വിവാഹവും നടക്കില്ല, സ്വത്തും കിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ മരിക്കണമെന്ന് കോമൾ രാഹുലിനോട് പറയുകയാണ്. കൊലപാതകത്തിൽ നിന്നും പരമാവധി പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കോമൾ ജീവിതത്തിൽ കൈപിടിച്ച് കയറ്റിയവരെ വകവരുത്തണമെന്ന പകയിൽ ഉറച്ചു നിന്നു. ഇതോടെ അവളെ സഹായിച്ചില്ലെങ്കിൽ അവൾ തന്നിൽ നിന്നും അകലുമെന്ന് ഭയന്ന് രാഹുൽ ഒപ്പം നിൽക്കാമെന്ന് കോമളിന് വാക്കുകൊടുക്കുകയാണ്. രോഹിത്തിനെയും പ്ലാനിൽ ഉൾപ്പെടുത്തി രാഹുൽ കൊലപാതകം നടത്താൻ തീരുമാനിച്ചു. എന്നാൽ രോഹിത്ത് തനിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ചതി ഒന്നും രാഹുലിന് അപ്പോഴും അറിയില്ലായിരുന്നു. അന്ന് രാത്രി കഴിച്ച ഭക്ഷണത്തിൽ കോമൾ സ്ലീപ്പിംഗ് പിൽസ് കലർത്തുകയാണ്. ഇതെല്ലാം രാഹുലിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇവർ ചെയ്യുന്നത്. എല്ലാവരെയും ഉറക്കി കിടത്തിയവൾ. രാഹുൽ ഗോവയിലിരുന്ന് എല്ലാം നിയന്ത്രിച്ചപ്പോൾ കോമളും രോഹിത്തും ചേർന്നാണ് ഈ ക്രൂര കൊലപാതകം നടപ്പിലാക്കിയത്. 10 മണിക്ക് ഡിന്നർ കഴിച്ച് ഉറങ്ങാൻ പോയി വീട്ടുകാർ. എന്നാൽ ഡയറ്റിംഗ് ആണെന്നും പറഞ്ഞ് കോമൾ മാത്രം അന്നൊന്നും കഴിച്ചില്ല. അവൾ പകരം ഫ്രൂട്ട്സ് മാത്രമാണ് കഴിച്ചത്. എല്ലാവരും ഉറക്കമായെന്ന് ഉറപ്പായ ശേഷം ഇവൾ മുൻവാതിൽ തുറന്നു കൊടുത്ത് രോഹിത്തിനെ അകത്ത് കയറ്റി. മുന്നാലാലിൻ്റെ മുറിയിലേക്കാണ് വന്ന പാടെ രോഹിത്ത് കയറിപ്പോയത്. പിന്നെ വച്ച് താമസിപ്പിച്ചില്ല. കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് രോഹിത്ത് അവരുടെ രണ്ടുപേരുടെയും കഴുത്തറത്ത് കൊലപ്പെടുത്തി. എല്ലാം മിണ്ടാതെ നോക്കി നിൽക്കുകയായിരുന്നു കോമൾ. അവളുടെ മരണം ഉറപ്പിച്ച ശേഷം മേളത്തെ നിലയിൽ ഉറങ്ങിയ അനൂപിനെ കഴുത്ത് ഞെരിച്ചു കൊന്ന് കെട്ടിത്തൂക്കാനായിരുന്നു ഇവർ ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ അനൂപ് ഉറങ്ങിയില്ല എന്ന് മനസ്സിലാക്കി രണ്ടുപേരും പേടിച്ച് താഴെ ഇറങ്ങി. ഭക്ഷണം ദഹിക്കാതെ അനൂപ് ആ സമയം വൊമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി നിന്നാൽ പണിയാവും എന്ന് മനസ്സിലാക്കിയിട്ട് കോമൾ അവിടെ ഇരുന്ന പണവും സ്വർണവും എല്ലാം ഒരു ബാഗിൽ വാരി കൊടുത്ത് രോഹിത്തിനെ പറഞ്ഞു വിട്ടു. രോഹിത്ത് പോയിട്ടും അനൂപിൻ്റെ മുറിയിൽ പോയി തുടക്കത്തിൽ പറഞ്ഞതുപോലത്തെ കള്ളങ്ങൾ പറയാനുള്ള ധൈര്യം കോമളിന് അപ്പോൾ ഉണ്ടായില്ല. അങ്ങനെ അവൾ കള്ളങ്ങൾ പറയാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം പുലർച്ചെ വരെ നടത്തി. അതിനുശേഷമാണ് അവൾ സ്വന്തം കയ്യിൽ മുറിവേൽപ്പിച്ചിട്ട് അനൂപിൻ്റെ മുറിയിലേക്ക് പോകാൻ തുടങ്ങിയത്. അപ്പോഴാണ് വീട്ടിലെ വളർത്തുപൂച്ച പതിവില്ലാതെ കരയാൻ തുടങ്ങി. ഇത് മുതലാക്കി അവൾ അനൂപിൻ്റെ മുറിയിലേക്ക് വന്നതും അനൂപും ബഹളം കേട്ട് വാതിൽ തുറന്നു. നേരത്തെ പറഞ്ഞതെല്ലാം അവൾ പറഞ്ഞൊപ്പിച്ചതും അനൂപ് പാരൻസിൻ്റെ മുറിയിലേക്ക് പോയി നോക്കുന്നതും. രോഹിത്തിനെയും കോമളിനെയും അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത്. ഈ കേസിൽ ഇതുവരെയും വിധി വന്നിട്ടില്ല. എന്താണ് ഈ കേസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.